കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ ചർച്ചയായ, ഏറ്റവും കൂടുതൽ ഷോമാനിസം നടന്ന, ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോരാട്ടം എന്നൊക്കെ പറയുന്ന തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂരിൽ ഭയങ്കരമായ പ്രചാരണമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ മുമ്പ് ഓട്ടയിൽ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ വന്ന് ആ രീതിയിൽ ചർച്ചയായ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അതിനിടയിൽ നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രിയുടെ തുടർച്ചയായിട്ടുള്ള വരവുകൾ, കല്യാണ മാമാങ്കം, പൊളിറ്റിക്കലി ഒരു കല്യാണ ആഘോഷവും പ്രധാനമന്ത്രിയുടെ വരവും ഒക്കെ ഇങ്ങനെ ചർച്ചയാവുന്ന ഒരു സമയം കൂടിയായിരുന്നു. സുരേഷ് ഗോപി എന്നുള്ളൊരു സ്ഥാനാർത്ഥി, കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നു, വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്നു. ആ ഒരു ചേഞ്ച്. അതിനു മുമ്പ് ടി.എൻ. പ്രതാപൻ ചുവരെഴുത്തുകൾ നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, ലാസ്റ്റ് മുരളീധരനാണ് വരുന്നതെന്ന് അറിയുമ്പോൾ ആ പോസ്റ്റർ സ്വന്തമായിട്ട് മാറ്റുന്നു, ഉരച്ചു കഴുകുന്നു. ആ രീതിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ അല്ലെങ്കിൽ പ്രചാരണത്തിന് മുമ്പേ തന്നെ ചർച്ചയായ തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂരിൽ BS സുനിൽകുമാറാണ്, CPIയുടെ സീറ്റാണ്. എങ്ങനെയായിരിക്കും തൃശ്ശൂരിൽ മാറാനുള്ള സാധ്യത? ഞാൻ തൃശ്ശൂർ മണ്ഡലത്തിൽ കുറച്ചധികം സഞ്ചരിച്ചു ഒരു ദിവസം. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, BJP ഈ പറയുന്നത് പോലെ സ്വന്തമായ വോട്ട് കൊണ്ട് ജയിക്കാനുള്ളൊരു മണ്ഡലം ഇല്ല അവിടെ. ഓക്കെ, സുരേഷ് ഗോപിക്ക് BJP ശക്തി പ്രാപിച്ച് 32%, 33% വാങ്ങിച്ച് ജയിക്കാനുള്ള സാധ്യത. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സുരേഷ് ഗോപിയുടെ അടുത്തൊരു സിമ്പതി ഫാക്ടർ ഉണ്ട്. കാരണം ഇദ്ദേഹം നിൽക്കുന്നു, തോക്കുന്നു, വീണ്ടും നിൽക്കുന്നു. പിന്നെ ഈ പ്രാവശ്യമാണെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് അവിടെ താമസിച്ച പുള്ളി, അതൊക്കെ ഒരു ഫാക്ടർ ഉണ്ട്. നമുക്കതൊന്നും അതൊന്നും ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ട്, സ്ത്രീകളുടെ ഇടയിൽ സുരേഷ് ഗോപിക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ഇലക്ഷൻ ജയിക്കാൻ ഇത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ അസസ്മെൻറ്റിൽ തൃശ്ശൂരിൽ അങ്ങനെ ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് മിനിമം ഒരു 2% വോട്ടിൻ്റെ കുറവ് വരാൻ സാധ്യതയുണ്ട്. അവിടെയാണ് കൗതുകം വരുന്നത്. ഞാൻ തൃശ്ശൂർ സഞ്ചരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് മുമ്പാണ്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും സഞ്ചരിക്കുകയും മനസ്സിലാക്കുകയും പല ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായത്, എന്തോ നടക്കാൻ പോകണമെന്നുള്ളൊരു ഒരു ഫീലിംഗ് ആണെന്ന് എനിക്ക് കിട്ടിയായിരുന്നു. തൃശ്ശൂർ എന്തോ ആകും, പക്ഷേ നമുക്കൊരിക്കലും തൃശ്ശൂർ പൂരത്തിനാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ, തൃശ്ശൂർ പൂരത്തിന് മുമ്പുള്ള സാഹചര്യത്തിൽ സുനിൽകുമാറായിരുന്നു മുന്നിൽ നിന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. തൃശ്ശൂർ പൂരത്തിന് ശേഷം സുനിൽകുമാർ പുറകോട്ട് പോയി. അപ്പോൾ തൃശ്ശൂർ പൂരം അങ്ങനെ കാരണം അവിടെ സുരേഷ് ഗോപി, വ്യക്തമായി പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ ക്രോസ് വോട്ടിംഗ് നടക്കണം. ആ ക്രോസ് വോട്ടിങ് എവിടെ നിന്നാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ നമ്മൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുമായിട്ടുള്ള ചർച്ചകളൊക്കെ അവിടെ നല്ലപോലെ ഉണ്ട്. പക്ഷെ അത് വോട്ടായിട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതൊരു ക്രോസ് വോട്ടിംഗ് ആയിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അത് ക്രോസ് വോട്ടിങ്ങിലൂടെ മാത്രം ജയിക്കുന്നതാണ് എൻ്റെ അസസ്മെന്റ്. അല്ലാതെ പ്രധാനമന്ത്രി വന്ന് പ്രചരണം നടത്തിക്കൊണ്ടൊന്നും സുരേഷ് ഗോപിക്ക് ജയിക്കാൻ, അദ്ദേഹം സെക്കൻഡ് വരുമായിരിക്കാം ഈ സാഹചര്യത്തിൽ. പക്ഷെ ഫസ്റ്റ് ആവണമെങ്കിൽ ഇപ്പോഴും ഒരു ശതമാനം, ഒരു 10-50,000 വോട്ടിന്റെ കുറവുണ്ട്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരുപാട് കോൺസ്പിറസി തിയറികളുണ്ടല്ലോ. ആ തിയറികളിലൊന്നായിരുന്നു ചില സ്ഥലങ്ങളിൽ വോട്ട് മറിക്കാനുള്ള പാർട്ടികൾ തമ്മിലുള്ള ധാരണയായിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കിപ്പോ ഞാൻ നേരിട്ട് ഇന്റർവ്യൂ നടത്തിയപ്പോൾ പല ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. പക്ഷെ അത് നമുക്ക് മുഖവിലയ്ക്ക് എടുക്കണോ, അത് ശരിക്കുള്ള കാര്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ചർച്ചകളുണ്ടായിരുന്നു. അതിനുശേഷം ഈ തൃശ്ശൂർ പൂരം, എൻ്റെ സംശയം ഇപ്പോഴും തൃശ്ശൂർ പൂരം പോലുള്ള വലിയൊരു ഉത്സവ മഹാമഹത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ 4 മണിക്കൂർ അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് സംശയം വരുന്നത്. നമ്മൾ നാട്ടിലെ ചെറിയൊരു ക്ഷേത്രത്തിലോ പള്ളിയിലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ 10 മിനിറ്റുള്ളിൽ അവിടെ ഒരു ആക്ഷൻ ഉണ്ടാവും. ഇവിടെ 4 മണിക്കൂർ, അത് അവിടെ നിന്ന് മന്ത്രിയുണ്ട്, ഇലക്ഷൻ നടക്കുന്ന സമയമാണ്, എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. പക്ഷെ അത്രയും കെയർലെസ്നെസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പുറകിൽ എന്തോ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞത്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അണ്ടർ കറൻസിനെ സംബന്ധിച്ച് വലിയൊരു വ്യക്തത നമുക്കുണ്ട്. മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ന ആൾക്കൊരു ക്ലിയർ എഡ്ജെന്ന് നമുക്ക് ഏകദേശം എത്താൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇത്തവണ അത് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരിതുണ്ട്. അതിന് ഒരു റീസൺ ഞാൻ പറയുന്നത്, ഒന്ന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, മൈനോറിറ്റി വോട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്തായാലും BJPയെ പരാജയപ്പെടുത്തണം എന്നുള്ളൊരു, BJPക്ക് അവർ മൊത്തത്തിൽ എതിരായി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ അവിടെ UDFനാണോ നിൽക്കേണ്ടത്, അതേസമയത്ത് കുറച്ചും കൂടെ കടന്ന് ഇതൊന്നും പറ്റില്ല, ഞങ്ങളത് അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന LDFനൊപ്പം നിൽക്കണമെന്നുള്ളത് ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏത് തലത്തിലേക്ക് തിരിയും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്
പ്രശ്നം നിൽക്കുന്നത്. അത് പല ആളുകളിൽ നിന്നും പല അഭിപ്രായങ്ങളും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അണ്ടർ കറൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ അവിടെ പോയി സംസാരിച്ച ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി 1-2 കാര്യങ്ങൾ വളരെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ഇത് 2000-ഓളം വോട്ടേഴ്സുള്ള ഒരു പൊന്തുക്രിസ്തു സമൂഹമുണ്ട് അവിടെ. പൊന്തുക്രിസ്തു വിഭാഗക്രിസ്ത്യൻ അവർ പരമ്പരാഗതമായി കട്ടിക്കിടിച്ചാൽ മാറാത്ത വിധത്തിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണവരാണ്. വേറെ ഒരു ചിന്ത അവർക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ചുവന്ന മുളക് എടുക്കാത്തവരും അരിവാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ആൾക്കാരുമാണ്. അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇത്തവണ ഞാൻ അതിലൊരാളെ വളരെ പ്രധാനപ്പെട്ട ഒരു പാസ്റ്ററുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇത്തവണ സുനിൽകുമാറിനെ വോട്ട് ചെയ്യും. ഞാൻ എന്ത് സംഭവം? അത് കാര്യം വേറൊന്നുമല്ല. ഇവരുടെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് പാസ്റ്റർമാരെ മധ്യപ്രദേശിലോ മറ്റേതോ സ്ഥലത്തോ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയൊരു ഈ സമൂഹം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹമായിട്ട് വലിയ തല്ലുപിടിക്കാൻ ആരായിട്ടൊന്നും പോകാത്തൊരു സമൂഹമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പൊതുക്രിസ്തമോ അങ്ങനെ. അപ്പോൾ അവർക്കതൊരു വലിയൊരു വിഷമമായി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് നോർത്തിലേക്ക് പോകുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്കും പാസ്റ്റർമാർക്കും എന്തായിരിക്കും കോൺഗ്രസ് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്നത്. ആ അണ്ടർ കറണ്ട് ഒരു പക്ഷേ VS സുനിൽകുമാറോ തൃശ്ശൂരത്തെ LDFൻ്റെ മിഷണറി UDFൻ്റെ മിഷണറിക്ക് പോലും അറിയാത്ത കാര്യമാണ്. മനസ്സിലായില്ലേ? ഈ അണ്ടർ കറൻസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? അതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രശ്നം, ഒരു പ്രഹേളിക പോലെ നമുക്ക്. അല്ല, അതുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഏത് സാഹചര്യത്തിലും ഞാൻ കാണുന്നൊരു കാര്യം ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് VS സുനിൽകുമാറിന് ജയസാധ്യതയുണ്ട് എന്നാണ്. ഈ ധനുരാജ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇഷ്യൂ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം. അത് ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. കാരണം ആനയ്ക്ക് പട്ട കൊണ്ടിരുന്ന പാപ്പാൻ ആളുകളോട് പറയുന്നത് ആരുടെ പട്ടയുടെ അടുത്തോട്ട് പോടാ എന്നൊരു നോർത്ത് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുന്നൊരു കാര്യമല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് മുഖ്യധാരയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പോലീസിന്റെ ഇടപെടൽ. ആഭ്യന്തരമന്ത്രി പരാജയമാണോ ആ രീതിയിൽ ഒരു ചർച്ചയൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഉറപ്പായിട്ടും തിരിച്ചടിക്കുക, ആ ഫോഴ്സ് അവിടെ നിന്നു അലങ്കോലമാക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തിരിച്ചടിക്കുക ഭരിക്കുന്ന സർക്കാരിനെയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെ പറയുമ്പോൾ വേറൊരു ഘടകവും കൂടിയുണ്ട്. പോലീസ് സേനയിൽ ഭയങ്കരമായ കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേരളത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആണെന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ എന്തുകൊണ്ട് ഇത്ര മണിക്കൂറുകൾ എടുത്തു എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അല്ല, അതാണ് പ്രശ്നം. ആ മിഷണറി എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾ തന്നെയാണ് പോലീസിനോട് കമാൻഡ് ചെയ്യുന്നത്. അതുണ്ട്. അതിനപ്പുറത്തേക്ക് പെട്ടെന്ന് അവർ പ്രതികരിക്കാൻ കഴിയാതിരുന്നത് അവരുടെ ഒരു വീഴ്ചയും പോരായ്മയായിട്ട് തന്നെ കണ്ടുവരും. പക്ഷെ അത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അങ്ങനെ അതൊരു ഇതായിട്ട് നിസ്സാരവൽക്കരിച്ച് അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംഭവിച്ചു പോയതാണെന്ന് കാണാൻ സ്വാഭാവികമായ സംഭവമല്ല അത്. അതുകൊണ്ട് ആ പറഞ്ഞത് ഈ സുനിൽകുമാറിന് അതിനുശേഷം തൃശ്ശൂർകാരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവിടെ ജാതി ഭേദമന്യേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞൊരു ഹിന്ദു ഉത്സവം മാത്രമല്ലല്ലോ അവിടെ. അപ്പൊ ഞാൻ അവിടെ സംസാരിച്ചപ്പോ എല്ലാവരും ഭയങ്കര ഇമോഷണലാണ്. തൃശ്ശൂർ പൂരത്തിനെ തകർക്കാൻ ശ്രമിച്ചു എന്നാണ്. അത് എൻ്റെ അടുത്ത് പറയുന്ന ആൾക്കാർ ഹിന്ദുക്കാരല്ല. തൃശ്ശൂർ പൂരം നമ്മൾ അവർ പറയുമ്പോൾ അതിൻ്റെ ഉള്ളി തട്ടിയാണ് അവരുടെ തൃശ്ശൂർ പൂരത്തെ തൊട്ട് കളിക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കത്തില്ല. അപ്പോൾ അത് തൃശ്ശൂർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മുമ്പ് ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ സുനിലേട്ടൻ എല്ലാവർക്കും അവിടുത്തെ ആളാണ്. അവിടുത്തെ ഏറ്റവും നല്ല കാനഡേറ്റാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം സൈലന്റ് ആയിപ്പോയി. അല്ലെ, അത് വെച്ചാൽ ഞാനന്ന് തൃശ്ശൂർ പൂരം കുറച്ച് നേരം TV കണ്ട തലേദിവസം. അപ്പോൾ ആ 3 സ്ഥാനാർത്ഥികളോടെ മുന്നിൽ പോയി നിൽക്കുന്നതൊക്കെ നമ്മൾ ലൈവ് കണ്ടു. പിറ്റേ ദിവസം രാത്രിയാണ്, അന്നേ ദിവസം രാവിലെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ഗവൺമെന്റിന് പറ്റിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാതിരുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ആ വോട്ടിങ്ങിന്റെ പല കോൺസ്പിറസി തിയറി വരുന്നതിന്റെയും കാരണം. അതായത് വോട്ട് മറിക്കാനുള്ള ഇതുണ്ട്, ചില മണ്ഡലങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് അതിനകത്ത് ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച്. എന്തായാലും നമ്മളുടെ അല്ല, അത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മൾ എന്ത് കോൺസ്പിറസി തിയറി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തു നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയോ
ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ളൊരു, വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ജയിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJPക്ക് വല്ലാത്ത അഡ്രസ്സ് ഉണ്ടാവുകയാണ് അതോടുകൂടി. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുമോ എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ ഈ പറഞ്ഞ പ്രതികരണം അതിനുശേഷം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി ചെയ്തു. അരവിന്ദ് കെജ്രിവാൾ അകത്തുപോയി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അകത്തുപോയി. അകത്തുപോകാത്ത മുഖ്യമന്ത്രിമാരിൽ ഒരാളല്ലേ എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം. സാധാരണഗതിയിൽ അദ്ദേഹം കേരളത്തിൽ വന്നതിന്റെ CPM-നെതിരെ ആക്രമണം നടത്തുന്ന ഒരാളാണ്. എന്റെ അറിവിൽ അദ്ദേഹം ഇവിടെ പ്രതികരിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ ചില സീനിയർ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെ സംസാരിക്കുകയും അതിനൊരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കുകയും ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ കേരളത്തിൽ പോയിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അല്ല, അതൊരു പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റിയാണ്, അതിലൊരു സംശയമില്ല. ഒരു അങ്ങനെ കാരണം അപ്പം ഇന്നവേ ഹേമന്ത് സോറനെയും മറ്റേ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ശരിയാണെന്ന് അല്ലേ വാദിക്കുന്നത് വരുന്നത്. അപ്പം ഇതെന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അവസാന ഘട്ടത്തിൽ അവസാന റൗണ്ടിൽ ഈ ഒരു വലിയൊരു വീഴ്ച ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ സുനിൽകുമാർ നേരിയൊരു മാർജിനിൽ ഇപ്പോഴായാലും ജയിക്കും എന്ന് ഞാൻ കണക്കുകൂട്ടുന്നു. ഒന്നും ഒരു തൃശ്ശൂർ അത് മതി. ഈ ഇഷ്യൂ ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും അതിലേക്ക്, കാരണം അതൊക്കെ നടക്കുന്ന 2 ദിവസം മുമ്പാണല്ലോ, പിന്നീട് നമ്മളിപ്പോൾ ഒരു അസസ്മെന്റ് നടത്താൻ. ഞാൻ പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നത്, സുരേഷ് ഗോപി ജയിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ വെച്ച് നമുക്ക് പറയാൻ പറ്റേണ്ടതാണ് അവിടെ ക്രോസ് വോട്ടിംഗ്. നമ്മുടെ ചർച്ചകളിൽ പോളിൽ വന്നതിൽ കെ മുരളീധരൻ 46, സുനിൽകുമാർ 21, സുരേഷ് ഗോപി 33%. 4300 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ എങ്ങനെയാണെന്ന് അറിയില്ല. എങ്കിൽ പോലും ഭയങ്കരമായ ഒരു ത്രികോണ മത്സരം. പക്ഷേ തൃശ്ശൂർ പൂരത്തിന് ശേഷം ഞാനിപ്പോൾ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയൊരു മുരളീധരൻ ഇത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്തു എന്നും പറയുന്ന ആൾക്കാരുണ്ട്. കെ മുരളീധരനെ ഹെൽപ്പ് ചെയ്തു. മുരളീധരൻ അതുവരെ 3-ാം സ്ഥാനത്തായിരുന്നു. മുരളീധരൻ ഒരു പുനർജന്മം കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. മറ്റേ ശബരിമലയുടെ കാര്യത്തിൽ പറയുന്ന പോലെ സൈഡിൽ നിന്ന് കോൺഗ്രസ് UDF-ന് ഗുണം ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.